ഷൈൻ ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. കാരണം ഒരു ആണിൻ്റെ കീഴിലല്ല ഒരു പെണ്ണ് നിൽക്കേണ്ടെന്നുള്ളായിരുന്നു. മൊബൈൽ എങ്ങനെയാണ് ഇറങ്ങിയ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തെറ്റിപ്പോകുമെന്ന് പറയാനായിട്ടില്ല, ആ ഒരു രീതി ഇതിലുണ്ട്. എടുത്തു പറയത്തക്ക സ്വാസികയും ഗ്രേസ് ആൻ്റണിയും, ഇവർ മെറീന മൈക്കിൾ, ഇവർ 3 പേരുടെയും സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കമൽ സാർ എപ്പോഴും ഇടപെടുന്നത് ഏറ്റവും കാലികമായ വിഷയങ്ങളിലാണ് എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. ലൈവിൽ ആ പടം പറയുന്ന പോലെ ലൈവിൽ ഇത് ഏറിപ്പോകുന്ന ഒരു സാധനം തന്നെയാണ്. വളരെ നല്ലൊരു ന്യൂ ജനറേഷൻ ഫാമിലി ഡ്രാമ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈൻ ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ശ്വാസികയും വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും ശ്വാസികയും ഗ്രേസും. പക്ഷെ ഒരു ഫാമിലി ഡ്രാമയാണ്. ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു ഫാമിലി നടക്കാൻ സാധ്യതയുള്ളൊരു കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല രസകരമായി ചെയ്തിട്ടുണ്ട്. ഒരു കമൽ സാറിൻ്റെ ഒരു കമ്മിങ് ബാക്ക് ആണെന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഡബ്ബിംഗ് ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പുള്ളിയുടെ ഒരു ആശയം ഒരു നൂതനാശയം തന്നെയാണ്, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് എടുത്തിരിക്കുന്നത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി പോലെ. കുഴപ്പമില്ല, ആവറേജ് മൂവി എന്ന് തന്നെ പറയാം. വേറെ എടുത്തു പറയാൻ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും, പക്ഷെ നമ്മളെപ്പോലത്തെ ഇഷ്ടപ്പെടത്തില്ല. നല്ല എക്സ്പെക്റ്റ് ചെയ്ത് വന്ന പടമാണ്, പക്ഷെ ഇങ്ങനെ ആയിപ്പോയാൽ നല്ലൊരു ഇതുണ്ട്, വിഷമമുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം കണ്ടപ്പം ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത പടം അല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. അവരൊക്കെ ഈ പടം കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ എന്തെന്നാണ് ഒന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള പടം തന്നെയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോയുടെ ആ ഒരു ഇത്, അത് എല്ലാ കാലത്തെയും പോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയവും ഏതായതൊക്കെ സിനിമയിലുണ്ട്. പിന്നെ ഒരുപാട് ടോക്സിക് റിലേഷൻ നടക്കുന്നുണ്ട്. അവർ ഒരുപക്ഷെ കാണേണ്ട പടം തന്നെയായിരിക്കും. കാരണം ഒരു ആണിൻ്റെ കീഴിലല്ല ഒരു പെണ്ണ് നിൽക്കേണ്ടെന്നുള്ളായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റുഡൻസ് ചിലപ്പോൾ അത് വഴിക്ക് പോകും. ഈ പുതിയ കാലഘട്ടത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നത് അതിലുണ്ട്. മൊബൈൽ വഴിയുള്ള കറൻസ് എല്ലാ ഈ സിനിമയിൽ തെളിവാണ്. ഫാമിലി ഓഡിയൻസ് ഈ മൊബൈൽ എങ്ങനെയാണ് ഇറങ്ങിയ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തെറ്റിപ്പോകുമെന്ന് പറയാനായിട്ടില്ല, ആ ഒരു രീതി ഇതിലുണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം 2019 ലാസ്റ്റ് ചെയ്ത മൂവി 4 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പോസ്റ്റർ ആദ്യം ഇറങ്ങിയപ്പോഴൊരു പുതുമ തോന്നിയിരുന്നു. കാരണം സാറിൻ്റെ ഇങ്ങനത്തെ ഒരു വേർഷനിലൊരു പടം വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഷൈന് നായകൻ, അപ്പോൾ അങ്ങനെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ വലിയ തൃപ്തി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഒരു കമൽ സാറിൻ്റെ പടമൊക്കെ ഇങ്ങനെ വരൂ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പടം കാണാൻ കയറിയപ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഇത് കാണേണ്ട ഒരു പടം തന്നെ എന്നൊരു ഫീൽ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ സാറിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു അറ്റംപ്റ്റാണ്. ബാക്കി എനിക്ക് വേറെ ബോറായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നൈസായിട്ട് ഓവറോൾ എല്ലാവരുടെയും പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഷൈൻ്റെ ആണെങ്കിലും സ്വാസികേൻ്റെ ആണെങ്കിലും മെറീന ആണെങ്കിലും ഗ്രേസ് ആൻ്റണി ആണെങ്കിലും അവരെല്ലാം മികച്ചു തന്നെ നിന്നു പെർഫോമൻസിൻ്റെ വയസ്സിൽ. കമലിൻ്റെ സിനിമയാണെന്ന് വിചാരിച്ചാണ് കയറിയത്. അതിൽ പ്രത്യേകിച്ച് പറയത്തക്കതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ള. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെയും അതിൻ്റെ ഒരു ഇത് വെച്ച് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സീനുകളൊക്കെ സെക്കൻഡ് ഹാഫിലായിരുന്നു. ജസ്റ്റ് കാണാം എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. കാണാം, ജസ്റ്റ് വാച്ച് ചെയ്യാം എന്നുള്ള ഓൺ ടൈം വാച്ച് മൂവിയാണ്. അത് തീരെ തന്നെ പോയി വാച്ച് ചെയ്യണമെന്നില്ല, OTT-യിലോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റിയ ഒരു സിനിമ. പിന്നെ കമൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒന്നും കാണാനില്ല, നിഴൽ പോലും ഈ സിനിമയിൽ കാണാനില്ല. ഷൈൻ്റെ എല്ലാ ടൈപ്പ് ഒരു അമ്മാതിരി ഒരു കഥാപാത്രമാണ് സിനിമയിൽ. പിന്നെ അതിൽ എടുത്തു പറയത്തക്ക സ്വാസികയും ഗ്രേസ് ആൻ്റണിയും, ഇവർ മെറീന മൈക്കിൾ, ഇവർ 3 പേരുടെയും സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ കുഴപ്പമില്ല. ഒരു എന്താ പറയുക, ഈ കമൽ സാർ എപ്പോഴും ഇടപെടുന്നത് ഏറ്റവും കാലികമായ വിഷയങ്ങളിലാണ് എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. 1. 2, ഈ പെർവേർട്ടൻ മലയാളിയെ, അല്ലെങ്കിൽ പെർവേർട്ടൻ മലയാളിയായ ഒരു ആണധികാരത്തിൻ്റെ കാലത്തിൽ ഒരു സ്ത്രീയെ വെറും ഒരു ഉപഭോഗ വസ്തു മാത്രമായി കാണുന്ന പുരുഷൻ്റെ മേൽക്കൈയെക്കുറിച്ച്, ഒരു തെറ്റിനെ, ലൈംഗിക പെർവേർഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂ മീഡിയ ഉപയോഗിക്കുന്നു, അയാളെ തിരുത്താൻ ന്യൂ മീഡിയ ഉപയോഗിക്കുന്നു, ഒരുപക്ഷെ ലോകത്തെ കൺവിൻസ് ചെയ്യാൻ ഈ ന്യൂ മീഡിയ ഉപയോഗിക്കുന്നു. ഈ ബ്രൗസ് ചെയ്യുന്ന ഈ മൊബൈൽ ഫോൺ മാത്രം മതി പുതിയ കാലത്തിലൊരു തിരുത്തൽ ഉപകരണമായി മാറാൻ, അതുമൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പം വെറുതെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു മീഡിയത്തെക്കാൾ ഉപരി ന്യൂ മീഡിയ എന്ന് പറയുന്ന മീഡിയ എങ്ങനെ ഇതിനകത്ത് ഇടപെടുന്നു എന്നുകൂടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കമൽ സാർ ഈ പറയുന്ന പോലെ ഏറ്റവും പുതിയ കാലത്തിൽ ഇടപെടാൻ ഒരുപക്ഷെ അയാളുടെ സെറിബ്രം ഇപ്പോൾ സജീവമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയായിട്ട് ഈ സിനിമ മാറുന്നു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.